പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. രൂപത്തിലും ഭാവത്തിലും പുതുമകളുമായി വീണേച്ചി വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. പക്ഷെ വായ തുറന്നാൽ ഡിം. ഇവനൊരു മാറ്റമില്ലേ. ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരന്തരമായിട്ട് നുണകൾ മാത്രമാണ് പറയുന്നത്. വി ഡി സതീശനെ കുറ്റം പറയുന്ന തിരക്കിലാണ്. മുഖ്യമന്ത്രി വായ തുറന്നാൽ കള്ളം മാത്രമേ പറയൂ എന്നതാണ് വീണേച്ചിയുടെ പ്രധാന പരിഭവം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെ പരിഭവിക്കാൻ വീണേച്ചി എന്തുകൊണ്ടും യോഗ്യയാണല്ലോ. കാരണം നുണ എന്താണ് എന്നതിനെ കുറിച്ച് ചേച്ചിക്ക് ധാരണ പോലുമില്ല. അത്രയും നിഷ്കളങ്കയാണ്. ചേച്ചിയുടെ വിശ്വവിഖ്യാതമായ പെടലി അതിനൊരു ഉദാഹരണമല്ലേ? പെടലിയാണ് സത്യം. ചേച്ചി സത്യം മാത്രമേ പറയൂ. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു പ്രശ്നത്തിലാണ് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ചേച്ചിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം. ഇത്രയും വലിയ ശൃംഖല ഇവിടെ ഉണ്ട് എന്ന് ചേച്ചിക്ക് അപ്പൊ അറിയാം അല്ലേ ചേച്ചി? അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. കഴിഞ്ഞ 10 വർഷം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ ഏത് വാഴയ്ക്ക് കുഴിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു എന്നൊന്നും ആരും ചേച്ചിയോട് ചോദിക്കരുതേ. കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഉത്തരം മുട്ടി മുട്ടി ചിലപ്പോ ശൗചാലയത്തിലേക്ക് ഓടിക്കളഞ്ഞെന്ന് വരും. കായംകുളം MLA ആയിരുന്ന പ്രതിഭയുടെ മകനും ബിനീഷ് കോടിയേരിയും ഒക്കെ എന്ത് കേസിനാണ് അകത്തായതെന്നും ആരും ചോദിക്കരുതേ. ഉത്തരം പറ. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. ചേച്ചി പുതിയ മേക്ക് ഓവർ 4 പേരെ കാണിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളായിട്ട് ഇതിനെയൊക്കെ അങ്ങ് കണക്കാക്കിയാൽ മതി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി ഞാൻ വന്നിട്ട് തരാട്ടോ.